Okay, good afternoon all of you. നമ്മള് 9ാമത്തെ ലെസൺ അതായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് മറഞ്ഞു പോയ പൂമരം അല്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എന്ത് മറഞ്ഞു പോയ പൂമരം എന്ന പാഠം ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കുറച്ച് കാര്യങ്ങള് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഒന്ന് ശ്രദ്ധിക്കുക. പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്ത് ഒരു വൃദ്ധനാം മരമുണ്ട്. തളരുന്നവർക്കെല്ലാം തണൽ നീട്ടിയ മരം വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിങ്കലെ കിളികൾ തൻ കളമൊഴി കേട്ടു ഞാനൊരു ദിനം ചെന്നു. പൈതങ്ങൾക്കായി തുറക്കുകയാണത് നല്ല പഴമൊഴി പത്തായം. ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നുപോയി മരവും പതുക്കെ മറഞ്ഞുപോയി. സ്നേഹാർദ്രമാകും സുഗന്ധം പൊഴിച്ചിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അല്ലെ? ഇത്രയും വരികളാണ് നമ്മൾ വായിച്ചത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്ത് ഒരു വൃദ്ധനാം മരമുണ്ട്. തളരുന്നവർക്കെല്ലാം തളൽ നീട്ടിയ മരം വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിങ്കലെ കിളികൾ തൻ കളമൊഴി കേട്ടു ഞാനൊരു ദിനം ചെന്നു. പൈതങ്ങൾക്കായി തുറക്കുകയാണത് നല്ല പഴമൊഴി പത്തായം. ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നുപോയി മരവും പതുക്കെ മറഞ്ഞുപോയി. സ്നേഹാർദ്രമാകും സുഗന്ധം പൊഴിച്ചിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതാണ് നമ്മള് ബാക്കി വായിച്ചത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, അപ്പോ എന്തൊക്കെയോ കാര്യങ്ങൾ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ഒരു മുത്തശ്ശൻ അല്ലെങ്കിൽ ഒരു മുത്തശ്ശി നമ്മുടെ വീട്ടിന് തണലാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവർ തണലാവുന്നത്? അമ്മയോ അച്ഛനോ ഒക്കെ നമ്മളെ വഴക്ക് പറയുന്ന സമയത്ത് നമ്മള് അഭയം തേടി എത്തുന്നത് ആരുടെ അടുത്തേക്കാ? മുത്തച്ഛനോ മുത്തശ്ശിയോ ഉണ്ടെങ്കിലായിരിക്കും അല്ലെ? അപ്പൂപ്പനോ അമ്മൂമ്മയോ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത്, അതായത് ഗ്രാൻഡ് പേരൻസിന്റെ അടുത്തേക്കായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവര് നമ്മളെ സേഫ് ചെയ്യും അല്ലെ? അവര് നമ്മളെ തല്ലാനൊന്നും വിടില്ല. അതുകൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് സേഫ് ആണ്. ഓക്കെ, ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവരുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നത് അല്ലെ കുട്ടികള്? ഓക്കെ, അപ്പോ പിന്നെ നിങ്ങൾ മുതിർന്ന് കുറച്ചുകൂടി, ഇപ്പൊ നിങ്ങൾ ചെറുപ്പാണ്, അപ്പൊ ഇപ്പൊ നിങ്ങള് ഒരു ബാല്യകാലത്തിലൊക്കെയാണ് ഉള്ളത് അല്ലെ? അപ്പൊ അതും കഴിഞ്ഞ് നിങ്ങളൊരു കൗമാരപ്രായം ആവുമ്പോഴേക്കും അവരെന്ത് ചെയ്യും? കുറേ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. നമ്മളെ ചെറുപ്പകാലത്ത് നമ്മളെ താരാട്ടുപാടി ഉറക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ അച്ഛനമ്മമാർ എന്തെങ്കിലും വഴക്ക് നമ്മൾ ഓടിപ്പോകുന്ന എവിടേക്കാണ്? അച്ചാച്ചന്റെ, അതായത് ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ കുറെ മധുര സ്മരണകൾ ഉണ്ടാവും അല്ലെ? നമുക്ക് അവരെ കുറിച്ച് ഒരുപാട് മധുരമായ സ്മരണകൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്മരണകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മകൾ അല്ലെ? ഓക്കെ, ഒരുപാട് മധുരമായ ഓർമ്മകൾ ഉണ്ടാവും നമുക്ക് നമ്മളുടെ അച്ചാച്ചന്റെയും അമ്മമ്മേനെയും കുറിച്ചെല്ലാം ഓർക്കുമ്പോ അല്ലെ? അപ്പൊ അങ്ങനെ ഇരിക്കെ നിങ്ങൾക്ക് ഒരു കൗമാര കാലം ആവുന്ന സമയത്തായിരിക്കും ഏകദേശം അവര്, അല്ല ചിലവർക്ക് മുതിർന്നിട്ടുണ്ടാവും കേട്ടോ, ഏകദേശം പറയുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ മധുരമായ ഓർമ്മകളൊക്കെ ബാക്കി വെച്ചിട്ട് അവരെന്ത് ചെയ്യും? മരിച്ചു പോകും അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെ, അപ്പൊ നമുക്കത് വല്ലാത്തൊരു വേദനയായിരിക്കും. അപ്പോ അതുപോലെയാണ് ഇവിടെ എന്താ പറഞ്ഞത്? അതുപോലെയാണ് എന്താ പറഞ്ഞത്? പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്ത് ഒരു വൃദ്ധനാം മരമുണ്ട്. എന്താ പറഞ്ഞത്? പുഴയുടെ തീരത്തായിട്ട്, അതുപോലെ എന്താ പറഞ്ഞത്? വഴിയുടെ ഓരത്ത്. ഓരത്ത് പറഞ്ഞ അരികത്ത് അല്ലെ? ഓരത്ത് എന്താ ഉണ്ടായത്? വൃദ്ധനാം മരമുണ്ട്. വൃദ്ധനായ മരമുണ്ട്. എന്തുകൊണ്ടാ വൃദ്ധനായ മരം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? മരത്തിന് എന്തിനാ വൃദ്ധൻ എന്ന് പറയുക? മരം എന്തുകൊണ്ടാ വൃദ്ധനാവുന്നത്? മരത്തിന് നമ്മൾ എന്താ വൃദ്ധൻ എന്ന് വിളിക്കാൻ കാരണം ബെനീറ്റ? അത് തന്നെ ഉള്ളത് കൊണ്ട്. തന്നെ ഉള്ളത് കൊണ്ടാണോ വൃദ്ധൻ എന്ന് പറയുന്നത്? എന്താണ് എല്ലാവരുടെയും അഭിപ്രായം? അല്ല. എന്താണ് ജോയലെ? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? വൃദ്ധൻ പറയാനില്ലേ ഒന്നും ജോയലിന്?
നെക്സ്റ്റ് ആർക്കറിയാതെ? ഓക്കെ, ഇവിടെ ജെവിൻ കൈവെക്കുന്നുണ്ട്. ആ ജെവിൻ പറഞ്ഞു. ജെവിൻ വയസ്സായ മരം. ഓക്കെ, വൃദ്ധനാം മരം എന്ന് പറഞ്ഞാൽ വയസ്സായ മരം. അതായത് വയസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുണ്ട്, ഒരുപാട് വയസ്സായത് അല്ലെ, പ്രായമായത് എന്ന ഉദ്ദേശത്തിലാണ് വൃദ്ധനാം മരം. അതായത് വൃദ്ധനായി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മരിക്കാറായി എന്നർത്ഥം അല്ലെ. അപ്പൊ പ്രായമായ എന്ന ഉദ്ദേശത്തിലാണ് വൃദ്ധനാം മരമുണ്ട്. കുറെ കാലം പഴക്കമുള്ള ഒരു മരമാണ് പുഴയുടെ ഓരത്ത്, പിന്നെന്താ അല്ല പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്തായിട്ട് നിലകൊള്ളുന്നത് അല്ലെ, അതാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഓരം, എന്താണ് അർത്ഥം? ഓരം എന്ന് പറഞ്ഞാൽ പുഴയുടെ ഓരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുഴയുടെ വശത്ത് അല്ലെ, പുഴയുടെ വശത്ത്. ഓരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വശം അല്ലെ. ഓക്കെ, ഓരം എന്ന് പറഞ്ഞാൽ വശം. അവിടെ പുഴയുടെ വശത്തായിട്ടാണ് വൃദ്ധനായ മരം ഉണ്ടായിരുന്നത്. വൃദ്ധനായ മരം എന്ന് പറഞ്ഞാൽ പ്രായമേറിയ മരം, അതായത് പഴക്കം ചെന്ന എന്നർത്ഥത്തിലാണ് വൃദ്ധൻ എന്ന് പറഞ്ഞത്. അപ്പോ പുഴയുടെ തീരത്തായി വഴിയുടെ ഓരം വശത്തായിട്ട് ഒരു വൃദ്ധനാം മരമുണ്ട്. എന്താണ് ചെയ്യുന്നത്? ഇവിടെ ശ്രദ്ധിക്കണേ എല്ലാവരും. എന്താ ചെയ്യുന്നത്? തളരുന്നവർക്കെല്ലാം തണൽ നീട്ടിയ മരം വഴിയോരത്തിങ്കലായി നിന്നു. എന്താ ചെയ്യുന്നത്? ജുവലേ? ജുവൽ എന്താ മരം ചെയ്യുന്നെന്നാ പറഞ്ഞത്? തണൽ കൊടുക്കും. ഓക്കെ, തണൽ തരുന്നുണ്ട് അല്ലെ. എന്താ പറഞ്ഞത്? തളരുന്നവർക്ക്, അതായത് നടന്ന് ക്ഷീണിതയായി വരുന്നവർക്ക് എന്ത് ചെയ്യും? തളരുന്നവർക്ക്, അതാണ് തളരുന്നവർക്ക്. തളരുന്നവർക്കെല്ലാം തണൽ നീട്ടി ആമരം, തണൽ കൊടുക്കുന്നല്ലേ. ഓക്കെ, നീട്ടി ആമരം വഴിയോരത്തിങ്കലായി നിന്നു, വഴിയോരത്ത് നിന്നു അല്ലെ. തളരുന്നവർക്കെല്ലാം എന്ത് ചെയ്തു? ക്ഷീണിതയായി ക്ഷീണം പിടിച്ച് വരുന്നവർക്കൊക്കെ തണല് കൊടുത്ത്, അതായത് വെയിൽ കൊണ്ട് നല്ല ചൂടേറ്റ് വരുന്നവർക്ക് തണല് നൽകി ആ മരം എന്ത് ചെയ്തു? വഴിയോരത്തിൽ ഇങ്ങനെ നിന്നു അല്ലെ. നെക്സ്റ്റ് ലൈനിൽ എന്താ പറയുന്നത്? മാമരത്തിങ്കലെ കിളികൾ തൻ കളമൊഴി കേട്ടു ഞാനൊരു ദിനം ചെന്നു. മാമരത്തിലെ മാമരം, മാമരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വലിയ മരം, അതാണ് മാമരം. വലിയ മരം, വലിയ മരം, മാമരം. ഓക്കെ, അപ്പോ കളമൊഴി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കളമൊഴി എന്താണ്? കളമൊഴി പറഞ്ഞാലൻ സാംസൺ കളമൊഴി, കിളികളുടെ എല്ലാം കളമൊഴി പറയാറുണ്ട് അല്ലെ നമ്മള്. എന്താ പറയാലൻ? കിളികളുടെ ശബ്ദങ്ങള്. ഓക്കെ, കളമൊഴി മധുരമായ ശബ്ദങ്ങൾ അല്ലെ, മധുരമായ സംസാരം അല്ലെ. കിളികളുടേത് നല്ല കുയില് നല്ല മധുരമായ ഗാനം പാടും, അതുപോലെ മധുരമുള്ള സംസാരത്തിനാണ് എന്ത് പറയുക? കളമൊഴി. ഇപ്പൊ മാമരത്തില്, മാമരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വലിയ മരം, മാമരം. മാമരത്തില്, വലിയ മരത്തില് എന്ത്? കിളികൾ തൻ കളമൊഴി, കിളികളുടെ മധുരമായ സംസാരം കേട്ട് ഞാനൊരു ദിനം ചെന്നു അല്ലെ. മധുരമായ സംസാരം കേട്ടുകൊണ്ട് ഒരു ദിനം ഞാൻ അവിടെ ചെന്നു. എന്ത്? മാമരത്തില്, വലിയ മരത്തില് കിളികളുടെ മധുരമായ സംസാരം കേട്ടു അല്ലെ. പിന്നെന്താ പറഞ്ഞത്? എന്താണ് റിലു? ഇനി ഡൗട്ട്? മിസ് പറയുന്ന ചെറുങ്ങനെ കേൾക്കുന്നത്. കേൾക്കുന്നില്ലേ മക്കളെ? മിസ് പറഞ്ഞത് മാമരത്തിലെ അതില്ലേ, അർത്ഥം പറയാൻ മനസ്സിലായിട്ടില്ലോ. അതെ, അത്രയും ഞാൻ പഠിപ്പിച്ചില്ലോ. മൂന്നാമത്തെ സ്റ്റാൻസ. ബാക്കി മിസ് ഇപ്പം പറയുന്നത് വരെ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തോ ഒരു ചെറുങ്ങനെ കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞ? മൂന്നാമത്തെ ഞാൻ ഒന്നുകൂടി പറയാം. എന്ത്? മാമരത്തിങ്കലെ, മാമരം. ഇപ്പൊ കേൾക്കുന്നുണ്ടോ അറിയലോ? ഓക്കെ, അതിന്റെ ഇടയിൽ നമുക്കൊരു അനൗൺസ് വന്നിട്ടുണ്ടായിരുന്നു ഇതിലേക്കൂടെ, ആ റോഡിൽ അതിന്റെ ഒരു സൗണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോ മാമരത്തിങ്കലെ കിളികൾ തൻ കളമൊഴി, കളമൊഴി എന്ന് പറഞ്ഞാൽ എന്താണ്? മധുരമായ സംസാരം അല്ലെ, മധുരമുള്ള. കിളികളുടെ സംസാരം എങ്ങനെയാ? മധുരമുള്ളതാണെന്ന് അർത്ഥം. അപ്പൊ മധുരമുള്ള സംസാരം കേട്ടുകൊണ്ട് മാമരം എന്ന് പറഞ്ഞാൽ വലിയ മരം, മാമരം
വലിയ മരം. അപ്പൊ വലിയ മരത്തിൽ കിളികളുടെ മധുരമായ സംസാരം, കളമൊഴിവനെ മധുരമായ സംസാരം കേട്ട് ഞാൻ ഒരു ദിനം ചെന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? പൈതങ്ങൾക്കായി തുറക്കുകയാണത് നല്ല പഴമൊഴി പത്തായം അല്ലെ. പൈതങ്ങൾക്ക്, പൈതങ്ങൾ എന്ന് പറഞ്ഞ ആരാണ്? പൈതങ്ങൾ എന്ന് പറഞ്ഞ ആരാ? ഓമന പൈതല് എന്നെല്ലാം കേട്ടിട്ടുണ്ടോ? ചെറിയ കുട്ടികള് പൈതൽ. പൈതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കുട്ടികൾ. നമ്മൾ എവിടെയോ ഇപ്പൊ പഠിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതോ ഒരു പാട്ടിൽ ഓമന പൈതല് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇല്ലേ? ഓക്കെ, പൈതങ്ങൾ എന്ന് പറഞ്ഞാ കുട്ടികൾ എന്നാണ് അർത്ഥം. പൈതങ്ങൾ എന്താണ് റിലു? അതെ അതെ, ഓർമ്മയില്ലാണ്ടാക്കിപ്പോ ഞാൻ റിലു. ഓക്കെ, അപ്പോ പൈതങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ് എന്നാണ് അർത്ഥം. പൈതങ്ങൾ ചെറിയ കുട്ടികൾ. ഓക്കെ, അപ്പോ പൈതങ്ങൾക്കായി തുറക്കുകയാണത്, ചെറിയ കുട്ടികൾക്കായിട്ട് തുറക്കുകയാണ് എന്ത്? നല്ല പഴമൊഴി പത്തായം അല്ലേ. നല്ല പഴമൊഴി ആ മരത്തിനെയാണ് ഉദ്ദേശിച്ച് പറയുന്നത് കേട്ടോ. നല്ല പഴമൊഴി പത്തായം. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? അടുത്ത വരിയിൽ എന്താ പറയുന്നത്? ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നുപോയി, മരവും പതുക്കെ മറഞ്ഞുപോയി. ഒടുവിൽ എന്ത് ചെയ്തു? ആ മരത്തിൽ, വലിയ മരത്തിലുണ്ടായ കിളികളൊക്കെ പറന്നുപോയി. അതുപോലെ എന്ത് ചെയ്തു? മരവും പതുക്കെ, സാവധാനത്തില് മറഞ്ഞുപോയി അല്ലെ. വയസ്സാവും തോറും മരമൊക്കെ പഴയതായി, മരവും ഇല്ലാതെയായി അല്ലെ. മരവും മറഞ്ഞുപോയി, പതുക്കെ മറഞ്ഞുപോയി. പിന്നെയോ, സ്നേഹാർദ്രമാകും സുഗന്ധം പൊഴിച്ചിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. സ്നേഹാർദ്രമാം. സ്നേഹാർദ്രം എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം? ആർദ്രം. ആർദ്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? അറിയോ? അലിയുന്നത്. ആർദ്രം. സ്നേഹാർദ്രം എന്ന് പറഞ്ഞാ സ്നേഹത്താൽ അലിയുന്നത്. സ്നേഹാർദ്രം, സ്നേഹത്താൽ അലിയുന്നത്. ഓക്കെ, അപ്പോ സ്നേഹാർദ്രമാം സുഗന്ധം. സുഗന്ധം അറിയില്ലേ? സുഗന്ധം. സുഗന്ധം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതെല്ലാവർക്കും അറിയായിരിക്കും. സുഗന്ധം. ഓക്കെ, ബെന്നിറ്റ കൈ നോക്കുന്നുണ്ട്. സുഗന്ധം മണം. ഓക്കെ, സുഗന്ധം മണം. വെറും മണാണോ ബെന്നിറ്റ? സുഗന്ധം. അലൻ എന്താ ആൻസർ പറയുന്നത്? അലൻ മാത്യു? നല്ല മണം. ഓക്കെ, നല്ല മണത്തിനാണ് സുഗന്ധം എന്ന് പറയുന്നത് അല്ലെ. ബാഡ് മണം എന്ന് പറഞ്ഞാല് ബാഡ് സ്മെല്ലും കൂടെ പെടില്ലേ? ഓക്കെ, അപ്പോ ദുർഗന്ധവും ഉണ്ട്, സുഗന്ധവും ഉണ്ട് അല്ലെ. അപ്പോ സുഗന്ധം നമ്മൾ സാധാരണ മണം എന്നാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ മണമോ, നല്ല മണം ഉണ്ടെങ്കിലും നമ്മ എന്തോ പറയും? മണം, എന്തോ ഒരു മണം വരുന്നുണ്ടല്ലോ പറയും. അപ്പൊ മോശത്തിന് നമ്മളാണ് സാധാരണ ഒരു ദുർഗന്ധം വരുന്നുണ്ട് എന്ന് പറയൂ അല്ലെ. അപ്പൊ സുഗന്ധമാണ് എന്ത്? നല്ല മണം. സുഗന്ധം എന്ന് പറഞ്ഞാൽ നല്ല മണം എന്നാണ് അർത്ഥം. ഓക്കെ, ദുർഗന്ധം എന്ന് പറഞ്ഞാല് മോശം മണം, അതായത് ബാഡ് സ്മെല്ല്. ഇത് ഗുഡ് സ്മെല്ല്, നല്ല മണം. അപ്പൊ സുഗന്ധം നല്ല മണം. ഓക്കെ, അപ്പൊ സ്നേഹാർദ്രം സ്നേഹത്താൽ അലിയുന്നത്. അപ്പോ സ്നേഹാർദ്രമാം സുഗന്ധം പൊഴിച്ചിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ അല്ലെ. പൂവുകൾക്ക് എങ്ങനത്തെ മണാണ്? ഫ്ലവേഴ്സിന് എന്ത് മണാണ് കുട്ടികളെ? നല്ല മണാണോ മോശം മണാണോ? പൂവുകൾക്ക് നല്ല മണം അല്ലേ. നല്ല മണം. ഓക്കെ, അപ്പൊ നല്ല മണാണ് ഇതിന്, ഫ്ലവറിന് അല്ലേ. ഓക്കെ, അപ്പോ സ്നേഹാർദ്രമാകും സുഗന്ധം, സ്നേഹത്താൽ അലിയുന്ന നല്ല മണം പൊഴിക്കുന്ന എന്ത്? പൂവുകൾ മാത്രമേ അവിടെ ഇപ്പൊ ബാക്കിയുള്ളൂ. അപ്പൊ പൂവുകളൊക്കെ കൊഴിഞ്ഞത് അവിടെ കിടപ്പുണ്ട് അല്ലെ. അതാണ് പറഞ്ഞത്. മറഞ്ഞു പോയ പൂമരം എന്നാണ് നമ്മുടെ പാഠത്തിന്റെ പേര് അല്ലെ. മറഞ്ഞു പോയ പൂമരം. പൂ ഉള്ള മരാണ്. പൂമരം കണ്ടിട്ടുണ്ടോ നിങ്ങള്? പൂമരം, പൂവുള്ള മരങ്ങള്. പൂമരം തന്നെ പറഞ്ഞൊരു മരം ഉണ്ട് അല്ലെ. വലിയ മരം, പൂ നിറയെ പൂ ഉണ്ടാവും. അപ്പൊ ഓക്കെ, അപ്പൊ മറഞ്ഞു പോയ പൂമരം എന്നാണ്. ഒന്നുകൂടി അത് മിസ് വായിക്കാം. പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്ത് ഒരു വൃദ്ധനാം മരമുണ്ടേ,
തളരുന്നവർക്കെല്ലാം തണൽ നീട്ടിയാമരം വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിങ്കലെ കിളികൾ തൻ കളമൊഴി കേട്ടു ഞാൻ ഒരു ദിനം ചെന്നു. പൈതങ്ങൾക്കായി തുറക്കുകയാണത് നല്ല പഴമൊഴി പത്തായം. ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നുപോയി, മരവും പതുക്കെ മറഞ്ഞുപോയി. സ്നേഹാർദ്രമാകും സുഗന്ധം പൊഴിച്ചിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ വരികള്? പൈതങ്ങൾക്കായി തുറക്കുകയാണത് നല്ല പഴമൊഴി പത്തായം എന്നൊരു വരിയാണ്. പത്തായം എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് അറിയോ? എന്താണതെന്ന്? പത്തായം അറിയോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പത്തായം? ഉണ്ട്. ആരൊക്കെയാ കണ്ടിട്ടുള്ളത് പത്തായം? റിലു കൈവക്കുന്നില്ല. പത്തായം കണ്ടതുകൊണ്ട് തന്നെയാണോ റിലു? അറിയാതെ കൈവക്കിയാണോ? പത്തായം പറഞ്ഞാലേ തോണിയിൽ തുഴയുന്ന സാധനല്ലേ? അല്ല, അത് പങ്കായം. നോട്ട് പത്തായ. അത് പത്തായ അല്ല, പങ്കായം. തോണി തുഴയുന്ന സാധനത്തിന് എന്താ പേര്? പങ്കായം. ഈ പത്തായം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? പഴയ തറവാട്ടുകളിലെല്ലാം വലിയ സാധനങ്ങളൊക്കെ, അരി മാത്രല്ല സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന പഴയ തറവാട് വീടുകളിലൊക്കെ പണ്ട് പത്തായത്തിലാണ് നമ്മൾക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത്. അതായത് അരി മാത്രല്ല, അരിയും മറ്റ് എന്തെങ്കിലും പലവ്യഞ്ജന സാധനങ്ങളൊക്കെ. അപ്പൊ പത്തായം എന്ന് പറഞ്ഞ സാധനം അതാണ്. അപ്പൊ വലിയ മരത്തോണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പത്തായം. അപ്പൊ അതില് നമുക്ക് എന്ത് സൂക്ഷിക്കാം. വലിയ മരത്തോണ്ട് ഉള്ളിൽ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോലും ഇറങ്ങി നിൽക്കാം. അത്രയും വലിയൊരു മരത്തോണ്ട് ഉണ്ടാക്കുന്ന അടപ്പൊക്കെ ഉള്ള ഒരു സാധനമാണ് പത്തായം. അപ്പൊ നമുക്ക് നമ്മുടെ പഴയ തറവാട് വീടുകളിലൊക്കെ അങ്ങനെയായിരുന്നു പണ്ട് സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത്. കുറെ വലിയ പണക്കാരൊക്കെ ഈ പത്തായം ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ട് അതിൽ തന്നെയാണ് സൂക്ഷിച്ചത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നല്ല പഴമൊഴി പത്തായം എന്നാ പറഞ്ഞത് അല്ലേ? അപ്പൊ നല്ല പഴമൊഴി എന്താണ്? മരം പഴയതാണല്ലേ, അതുകൊണ്ട് പൈതങ്ങൾക്കായി. അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ പഴമൊഴി പറഞ്ഞതാണ് പഴയ മൊഴി അല്ലേ? പഴമൊഴിയും പുതുമൊഴിയും ഉണ്ട്. ഇപ്പോഴത്തെ മൊഴികളുണ്ട്, പഴഞ്ചൊല്ലുകളുണ്ട്, പഴമൊഴികളുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അതുപോലെ പൈതങ്ങൾക്ക് നല്ല കുട്ടികൾക്കായിട്ട് തുറക്കുകയാണത് ഏത്? മരം. ഒരുപാട് നല്ല പഴമൊഴികൾ നിറഞ്ഞ പത്തായം. പത്തായം എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ എന്താ പറഞ്ഞേ? പഴമൊഴികൾ സൂക്ഷിക്കുന്ന പത്തായം എന്നാ പറഞ്ഞു. അപ്പൊ കുട്ടികൾക്ക് അറിയാനായി ഈ മരം പണ്ട് പണ്ടേ അവിടെ നിലനിൽക്കുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മറഞ്ഞുപോയ പൂമരം. പുഴയുടെ തീരത്ത്, വഴിയുടെ ഓരത്ത്. എന്താണ് അലൻ പി സാംസൺ? എവിടെ അലൻ? ഓക്കെ, എന്താ അലൻ? മിസ് പത്തായെന്ന് പറഞ്ഞത് കൺട്രി മൗസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ അകത്ത് പഠിപ്പിച്ചായിരുന്നു. അതെ അല്ലേ? പഠിപ്പിച്ചിട്ടുണ്ടോ? യെസ്. ഓക്കെ, ഇത് പഴയ തറവാടുകളിലൊക്കെ കാണുന്ന പത്തായം. പത്തായത്തിൽ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നു. അതുപോലെ ഇവിടെ പഴമൊഴികൾ സൂക്ഷിച്ചു എന്ന അർത്ഥത്തില്. മനസ്സിലായോ? കുട്ടികൾക്കൊക്കെ അറിയാൻ വേണ്ടിയുള്ള പഴമൊഴികളൊക്കെ സൂക്ഷിച്ച സ്ഥലമാണെന്ന അർത്ഥത്തിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി വായിക്കാതെ. ഓക്കെ, പുഴയുടെ തീരത്ത്, വഴിയുടെ ഓരത്ത് ഒരു വൃദ്ധനാ മരമുണ്ട്. തളരുന്നവർക്കെല്ലാം തണൽ നീട്ടിയാ മരം വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിങ്കലെ കിളികൾ തൻ കളമൊഴി കേട്ടു ഞാൻ ഒരു ദിനം ചെന്നു. പൈതങ്ങൾക്കായി തുറക്കുകയാണത് നല്ല പഴമൊഴി പത്തായം. ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നുപോയി, മരവും പതുക്കെ മറഞ്ഞുപോയി. സ്നേഹാർദ്രമാം സുഗന്ധം പൊഴിച്ചിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വായിക്കാൻ കിട്ടുന്നുണ്ടോ മക്കളെ നിങ്ങൾക്ക്? ഞാൻ വായിക്കാം. ഓക്കെ, അപ്പോ ഈ
6 ഈരടികളുടെ കവി തുടങ്ങുന്ന വൃദ്ധമരത്തിന്റെ സാന്നിധ്യം അംഗീകരിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞു അല്ലേ? നിങ്ങൾക്കത് മനസ്സിലായില്ലേ? അപ്പോ എന്താണ്, പുഴയിലൂടെയോ വഴിയിലൂടെയോ വന്നിട്ടുന്ന തളർന്ന യാത്രക്കാർക്ക് തണലേകുകയാണ് ഈ മരം അല്ലെ? ആശ്വാസമേകുകയാണ് ഈ മരം. അതാണ് മരത്തിന്റെ സാധാരണ റോഡരികിലൊക്കെയുള്ള മരത്തിന്റെ നിയോഗം. എന്താണ്? വഴിയാത്രക്കാർക്കൊക്കെ തണലേകുക, ആശ്വാസമേകുകയാണ് അല്ലെ? പഴയ കാലങ്ങളൊക്കെ നടന്നു പോകുന്നവരും ചിലപ്പോൾ റോഡിന് സൈഡിൽ മരത്തിന്റെ കീഴിൽ നിൽക്കും അല്ലെ? അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോ ഒരാശ്വാസമാണ് ഇത് റോഡ് സൈഡിലുള്ള മരം എന്നർത്ഥം. നിങ്ങൾക്കത് മനസ്സിലായല്ലോ? അതുപോലെ കിളികൾക്കും, കിളികൾ എന്ത് ചെയ്യും? മരത്തിന്റെ തണലിലേക്ക് കൂട്ടമായി എത്തും അല്ലെ കിളികള്? എന്നിട്ട് അവിടുന്ന് കലപില കൂട്ടും. പിന്നെന്ത് ചെയ്യും? അതെന്തുകൊണ്ടാ പറയുന്നത് അതുപോലെ? കുട്ടികൾ മുത്തശ്ശന്മാരുടെ ചാരത്തണിയും പോലെ, അതായത് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ചാരത്ത് അരികത്തേക്ക് അണയുന്നത് പോലെ കിളികളും എന്ത് ചെയ്യും? കൂട്ടമായി മരത്തണലിലേക്ക് എത്തും അല്ലെ? ഓക്കെ, അപ്പൊ വായിക്കാൻ കിട്ടുന്നുണ്ടോ മക്കളേത്? ഞാൻ വായിക്കാം. ഓക്കെ അലൻ, വായിച്ചോ. മറഞ്ഞുപോയ പൂമരം. പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്ത് ഒരു വൃദ്ധനാം മരമുണ്ട്. തളരുന്നവർക്കെല്ലാം തളർന്നീട്ടി ആ മരം വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിങ്കലെ കിളികൾ തൻ കളമൊഴി കേട്ട് ഞാനൊരു ദിനം ചെന്നു. പൈതങ്ങൾക്കായി തുറക്കുകയാണത് നല്ല പഴമൊഴി പത്തായം. ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നുപോയി, മരവും പതുക്കെ മറഞ്ഞുപോയി. സ്നേഹാർദ്രമാകും സുഗന്ധം പരത്തിടും പൊഴിച്ചിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നെക്സ്റ്റ് ആരാ വായിക്കണേ? ഓക്കെ, ആസിഫ് സഫ. പാഠം 9. മറഞ്ഞുപോയ പൂമരം. പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്ത് ഒരു വൃദ്ധനാം മരമുണ്ട്. തളരുന്നവർക്കെല്ലാം തണൽ നീട്ടിയ ആ മരം വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിലെ കിളികൾ തൻ കളമൊഴി കേട്ടു ഞാനൊരു ദിനം ചെന്നു. പൈതങ്ങൾക്കായി തുറക്കുകയാണ് നല്ല പഴമൊഴി പത്തായം. ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നുപോയി, മരവും പതുക്കെ മറഞ്ഞുപോയി. സ്നേഹാർദ്രമാകും സുഗന്ധം പൊഴിച്ചിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞു വായിച്ചോ. ഓക്കെ, നെക്സ്റ്റ് ആരാ? ബെനീറ്റ. എന്തേ എല്ലാവരും കൈവക്കാത്തെ? പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്ത് ഒരു വൃദ്ധനാം മരമുണ്ട്. തളരുന്നവർക്കെല്ലാം തണൽ നീട്ടി ആ മരം വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിങ്കലെ കിളികൾ തൻ കളമൊഴി കേട്ടു ഞാൻ ഒരു ദിനം ചെന്നു. പൈതങ്ങൾക്കായി തുറക്കുകയാണ് മഴമൊഴി പത്തായം. ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നു പോയി, മരവും പതുക്കെ മറഞ്ഞു പോയി. സ്നേഹാർദ്രമാകും സുഗന്ധം പൊഴിച്ചിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ജുവൽ വായിച്ചെന്ന്. പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്ത് ഒരു വൃദ്ധനാം മരമുണ്ട്. തളരുന്നവർക്കെല്ലാം തണൽ നീട്ടിയ മരം വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിങ്കലെ കിളികൾ
തൻ കളമൊഴി കളമൊഴി കേട്ടു ഞാനൊരു ദിനം ചെന്നു. പൈതങ്ങൾക്കായി തുറക്കുകയാണ് അത് നല്ല നല്ല പഴമൊഴി പത്തായം. ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നുപോയി. മരവും പതുക്കെ മറഞ്ഞുപോയി. സ്നേഹാർദ്രമാകും സുഗന്ധം പൊഴിച്ചിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നിദ ഫാത്തിമ. കുറെ നേരമായി കൈവെക്കുന്നു. മറഞ്ഞു പോയ പൂമരം. പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്ത് ഒരു വൃദ്ധനാ മരമുണ്ട്. തളരുന്നവർക്കെല്ലാം തണൽ നീട്ടിയ മരം വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിങ്കലെ കിളികൾ തൻ കളമൊഴി കേട്ടു ഞാനൊരു ദിനം ചെന്നു. പൈതങ്ങൾക്കായി തുറക്കുകയാണത് നല്ല പഴമൊഴി പത്തായം. ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നു പോയി. മരവും പതുക്കെ മറഞ്ഞുപോയി. സ്നേഹാർദ്രമാകും സുഗന്ധം പൊഴിച്ചിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അലൻ പി സാംസൺ. മറഞ്ഞുപോയ പൂമരം. പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്ത് വൃദ്ധനാം ഒരു മരമുണ്ട്. തളരുന്നവർക്കെല്ലാം തണൽ നീക്കിയ മരം വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിങ്കലെ കിളിതൻ കളമൊഴി കേട്ടു ഞാൻ ഒരു ദിനം ചെന്നു. പൈതങ്ങൾക്കായി തുറക്കുകയാണ് നല്ല പഴമൊഴി പത്തായം. ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നുപോയി. മരവും പതുക്കെ മറഞ്ഞുപോയി. സ്നേഹാർദ്രമാകും സുഗന്ധം പരത്തിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ ഓക്കെ, എഡ്വിൻ തോമസ് ഒന്ന് പാടിയേ. എഡ്വിൻ തോമസിനെ ഞാൻ കാണാറേ ഇല്ല, അധികവും കട്ടായി പോവാറാണ്. എഡ്വിൻ പ്ലീസ് അൺമ്യൂട്ട്. പാഠം 9. മറിഞ്ഞുപോയ പൂമരം. പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്ത് ഒരു വൃദ്ധന മരമുണ്ട്. തളരുന്നവർക്കെല്ലാം തണൽ നീട്ടിയ മരം വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിങ്കലെ കിളികൾ തൻ കളമൊഴി കേട്ട് ഞാനൊരു ദിനം ചെന്നു. വഴിയുടെ ഓരത്ത് ഒരു വൃദ്ധനാമരം. പൈതങ്ങൾക്കായി തുറക്കുകയാണത്. പുഴയുടെ തീരത്ത് പഴമൊഴി പത്തായം. ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നുപോയി. മരവും പതുക്കെ മറിഞ്ഞുപോയി. സ്നേഹാർദ്രമാകും സുഗന്ധം പൊഴിച്ചിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ.
ഓക്കെ. ഏഞ്ചൽ റോസ് ബെഞ്ചമിൻ. അൺമ്യൂട്ട് ചെയ്യ് ഏഞ്ചൽ. പാഠം 9 മറിഞ്ഞു പോയ പൂമരം. പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്തൊരു വൃദ്ധനാം മരമുണ്ട്. തളർന്നവർക്കെല്ലാം തണൽ നീട്ടിയ മരം വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിങ്കലെ കിളികൾ തൻ കള്ളമൊഴി കേട്ടു ഞാനൊരു ദിനം ചെന്നു. പൈതങ്ങൾക്കായി തുറക്കുകയാണത് നല്ല പഴമൊഴി പന്തായം. ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നുപോയി, മരവും പതുക്കെ മറഞ്ഞുപോയി. സ്നേഹാർദ്രമാകും സുഗന്ധം പൊഴിച്ചിട്ടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ആരാധ്യ. മറിഞ്ഞുപോയ പൂമരം. പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്തെ ഒരു വൃദ്ധനായ മരമുണ്ട്. തളർന്നവർക്കെല്ലാം തണൽ നീട്ടിയ മരം വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിങ്കലെ കിളികൾ തന്നെ കളമൊഴി കേട്ടു ഞാനൊരു ദിനം ചെന്നു. പൈതങ്ങൾക്ക് തുറക്കുകയാണത് നല്ല പഴമൊഴി പത്തായം. ഒടുവിൽ കിളികൾ പറന്നുപോയി, മരവും പതുക്കെ മറഞ്ഞുപോയി.